ഹലോ, ഞാനാ ഉത്തരേ. അച്ഛനെങ്ങനെയുണ്ട് കാവ്യ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാവ്യയെ തിരിച്ചു കൊണ്ടുപോകാൻ കണ്ടുപിടിച്ച കാരണമായിരുന്നു അത്? ഏയ് അല്ല. അല്ലെങ്കിലും ഞാൻ ചിന്തിച്ച് തീരുമാനിച്ച ശരികളിൽ നിന്നും പിന്തിരിയില്ലെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാം. ആ, എന്തായി നിന്റെ യാത്രയുടെ കാര്യം? പോണം. പോകരുത്. അത് പറയാനുള്ള തന്റെ ഇടം നീ കാണിച്ചേ പറ്റൂ. മരിക്കാനുള്ള തന്റെ ഇടമല്ലേ? നിന്നെ ആരും കൊല്ലില്ല. കൈ ചൂണ്ടി മുഖത്ത് നോക്കി നീ സംസാരിക്കുമെന്ന് ബോധ്യപ്പെട്ട അനങ്ങില്ല ചെമ്പേരി പാപ്പൻ. ഒരു കാര്യം ഉത്തരം മനസ്സിലാക്കിക്കോ. ഇപ്പൊ തമ്പുരാനെ അനുസരിച്ച് നീ അവിടെ നിറങ്ങിയ പിന്നെ ഒരിക്കലും ചെമ്പേരിയിലേക്ക് നീ തിരിച്ചെത്തില്ല. ചിറ്റയെ പിന്നെ നീ കാണില്ല. കാവ്യ, അതെ, നിനക്ക് മുമ്പില് ഇപ്പൊ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ എന്നേക്കുമായിട്ട് ചെമ്പേരിയും ചിറ്റയും മറക്കുക, അല്ലെങ്കിൽ തമ്പുരാനെ എതിർത്ത് പോവാതിരിക്കുക. ഉത്തരേ, മിണ്ടാൻ നീ മടിക്കുവോളം ചെമ്പേരിയിൽ കെട്ടിപ്പൊക്കിയ ഒരു മതിലുകളും അനങ്ങില്ല. പക്ഷെ മറിച്ചായാൽ പലതും വീഴും. ചെമ്പേരി തമ്പുരാൻ അടക്കം. ഒന്ന് തുടങ്ങി വെച്ചാൽ മതി നീ. ഞാൻ തിരിച്ചു വരും. ചെമ്പേരിയിലേക്ക് ശുദ്ധവായു എത്തണം. നീ ജീവിക്കണം, ചിറ്റ ജീവിക്കണം. ഞാൻ പോകുന്നില്ല. ഞാനത് തമ്പുരാനോട് പറയാൻ പോവാ. പറയേ, എന്ത് വന്നാലും സഹിക്കാടി നമുക്ക്. ഇപ്പൊ ജീവിക്കുന്നതിനപ്പുറത്തേക്ക് ഇനി ദുരന്തങ്ങളില്ല. എന്തെങ്കിലും ഒരു ദുരന്ത വാർത്തയ്ക്ക് നീ കാതോർത്തു. ആദ്യമായി ചെമ്പേരി തമ്പുരാന്റെ തീരുമാനങ്ങളെ ഞാൻ എതിർക്കാൻ പോവാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിവിടെ നിന്ന് എങ്ങോട്ടും പോവാൻ പറ്റില്ല. ഇത്രയും കാലം ഞാൻ ഒന്നും പറയാതെ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇനി അത് നടക്കില്ല. ഇവിടുത്തെ അടുക്കള പണിയോ അടിമ പണിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറൊരിടത്തെയും വേലക്കാരിയാക്കണ്ട. അനുസരണക്കേടാ ഞാൻ കാണിക്കുന്നതെന്ന് തോന്നുന്നെങ്കിൽ ചിറ്റയും കൂട്ടി ഞാൻ ഇറങ്ങിക്കോളാം. ദൂരെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഞങ്ങള്. എനിക്ക് തീരുമാനം അറിയണം. പോകാനിഷ്ടമില്ലെങ്കിൽ പോണ്ട. ഇവിടെ ഇറങ്ങി തെരുവ് തന്റെ ആ നാട്ടുകാരുടെ നാവിന് മറുപടി പറയേണ്ടത് ചെമ്പേരി തമ്പുരാന. അത് വേണ്ട. അപ്പോ ശരിക്കും ഞാൻ പോവണ്ടല്ലേ? വേണ്ട. ചെമ്പേരി തമ്പുരാന്റെ വാക്ക് നോക്കുന്ന ആദ്യമായിട്ടാ എനിക്ക് മുമ്പിൽ ഒരാൾ ജയിക്കുന്നത്. ഇനി ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ വല്ലതും? ഇല്ല. എങ്കിൽ പോവാം. ഹേമത്തിന്റെ കണ്ണിലൂടെ നോക്കിയ ചെമ്പേരിയുടെ അവകാശിയായ നിനക്ക് നിയമറിയുന്നൊരു തന്തയുണ്ട്. തൽക്കാലം ചെമ്പേരി തമ്പുരാൻ അയാളെ പിണക്കുന്നില്ല.
എന്നിട്ട് നിശ്ചയിക്കും അച്ഛനും മോക്കും ചേർന്ന ഒരു വിധി. ചെമ്പേരി പാപ്പനെ എനിക്കറിയാം. വാക്ക് മാറില്ല. ആ പെണ്ണിന് ഈ നാട്ടിലുണ്ടാവില്ലെന്ന് തമ്പുരാൻ എനിക്ക് വാക്ക് തന്നതാ. അവൾക്കത് തിരുത്തിക്കാൻ പറ്റിയില്ലേ? നിങ്ങൾ പറഞ്ഞു അവളെ വിടരുതെന്ന്. പറഞ്ഞു. എന്റെ തെറ്റിന് മറ്റൊരാളെ നാടുകടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പോകാം ഇവിടുന്ന്. ഞാനും എന്റെ മക്കളും ഒളിച്ചോടണം ഇവിടുന്നല്ലേ? നമ്മൾ ഇവിടെ ആയിരുന്നില്ല. അവളെ സ്നേഹിക്കാനോ അടുത്തു ചെല്ലാനോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. നളിനി കണ്ടില്ലേ അതിന്റെ അവസ്ഥ? ഗതികേട. ആ ഗതികേടിലും അവൾക്ക് ചില ആശ്വാസങ്ങളുണ്ടാവും. സ്നേഹത്തിന്റെ ഒരു തുണ്ട് എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടാവും. അതില്ലാതാക്കാൻ എനിക്കെന്താ അവകാശം? ജീവിച്ചോട്ടെ, നമ്മൾ എത്താത്ത ഒരിടത്ത്. നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കണ്ട. നളിനി, ഇത് വാശിയാണ്. വാശി കാണിച്ചത് നിങ്ങളാ. ക്ഷമിക്കാന്ന് ഞാൻ പറഞ്ഞു. സംസാരിക്കാൻ പഠിച്ച മക്കളെ കൊണ്ട് സംസാരിപ്പിച്ചു. പക്ഷേ നളിനി, എന്തും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി? അവളെ കൊല്ലാമോ നിങ്ങൾക്ക്? ഇത്രയുള്ളൂ. എല്ലാം മറക്കാന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ലോകത്തിന്റെ അതിരിലേക്ക് നിങ്ങളെ കെട്ടിവലിച്ചാലും ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ ഇനി മാറില്ല. മാർഗം എനിക്കറിയാം. അമ്മയെ പോലെ അവളും ഇല്ലാതാവണം. നളിനി, ചെയ്യിക്കും ഞാൻ ആരെ കൊണ്ടെങ്കിലും. വാസോട്ടാ, ദേ നോക്കി. എന്തെങ്കിലും നേർച്ചയാണോ വാസോട്ടാ? അങ്ങനെയൊന്നും കേട്ടില്ല. മുഖം കണ്ടിട്ട് അത്ര പന്തിയല്ല. ചെമ്പേരി തമ്പുരാന്റെ ഒരു മുടി കൊഴിഞ്ഞാൽ അതിന് കൃത്യമായ കാരണം കാണും. ഇതെന്തിനുള്ള പുറപ്പാടാണാവോ?
ചെമ്പേരി തമ്പുരാന്റെ വിജയങ്ങളെല്ലാം ഈ നാട്ടുകാരറിയാറുണ്ട്. അപ്പോ തമ്പുരാൻ തോറ്റാലും അവരെ അറിയിക്കണം. എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. തോറ്റു. മുണ്ടനം ചെയ്ത് കഴുതപ്പുറത്തേർന്നൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അതിനിപ്പം നിവർത്തിയില്ല. ഉത്തര അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുത്തോ? കാരണങ്ങള് മൊത്തം വിശദീകരിക്കണം. തോറ്റ അവിടെ വച്ച് നിർത്തുകയല്ല, ജയിക്കാൻ എന്താ വേണ്ടേന്ന് നോക്കണം. അത് നാട്ടിൽ നിന്നോട്ടെ. അങ്ങനെ ഒരു ചെമ്പേരിയുടെ ഉമ്മറപ്പടിക്കടുത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു, നല്ല കായ്ഫലമുള്ളത്. ഉമ്മറത്ത് വരുന്നവരുടെ ആദ്യ നോട്ടം പോകുന്നത് അതിലേക്കാ. അത് കണി കണ്ടിറങ്ങുന്നത് ആ ചെമ്പേരി തമ്പുരാന്റെ ഐശ്വര്യവും അന്നത്തെ നാട്ടുകാര് മുഴുവൻ പറയുമായിരുന്നു. എന്നിട്ടെന്താ, ഒരു ദിവസം നോക്കുമ്പോ പുലിയുടെ നേരെ ഒന്ന് ചാഞ്ഞോന്നൊരു സംശയം. അന്ന് കടം വെട്ടി. വീഴുമോന്ന് പരീക്ഷിക്കാൻ സമയമില്ല ഈ ചെമ്പേരി തമ്പുരാന്. അതാ കാര്യം. ഐശ്വര്യവും ഗുണവും എത്ര ഉണ്ടെങ്കിലും ഒരു മഴു കരുതിയിട്ടുണ്ട് ചെമ്പേരിയില്. മുണ്ടനം ചെയ്തത് വെറുതെ ആവില്ല. ഉത്തരക്കുട്ടി പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സമാധാനമായത്. അല്ലെങ്കിൽ കഞ്ഞൂടി മുട്ടില്ലേ? ഞാൻ അങ്ങനെയൊന്നും പോവില്ല. മതി മോളെ. കുറച്ചുകൂടെ തരട്ടെ? വേണ്ട വേണ്ട. അപ്പോട്ടെ വരണല്ലേ? വരുന്നു. ദാ, ഓ, എന്തൊക്കെ അത്ഭുതങ്ങളാ ലോകത്ത് നടക്കുന്നത്. ചെമ്പേരി തമ്പുരാന്റെ മുഖത്ത് നോക്കി ഒരാൾ നിഷേധം പറയുക. അല്ല, ആ നേരത്തെ എന്തായിരുന്നു തന്റെ മനസ്സിന്റെ ഒരവസ്ഥ ഒന്നറിയാനാ. എന്താ അവസ്ഥ? കാവ്യ തന്ന ധൈര്യം കൊണ്ട് നേരെ മുന്നിൽ ചെന്ന് നിന്നു. പോന്നില്ലെന്ന് ഞാൻ പറഞ്ഞു, പോണ്ടാന്ന് തമ്പുരാനും. അതിനപ്പുറത്തേക്കൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ എന്റെ കാറ്റ് പോയേനെ. ഇനി ഇതങ്ങ് ശീലിച്ചാ മതി. എന്ത്? ആവശ്യമില്ലാത്തത് പറഞ്ഞ അനുസരിക്കില്ലെന്ന് പറയണം. വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാവ്യെ കൊണ്ടൊന്ന് വിളിപ്പിക്കാം. അയ്യോ, ഞാനില്ല. പോകണ്ടെന്ന് മറുപടി പറഞ്ഞിട്ട് പോലും ശ്വാസം കിട്ടിയത് 1/2 മണിക്കൂർ കഴിഞ്ഞ. അപ്പൊ ഇനി പോണെന്ന് പറഞ്ഞാലോ? ഇനി പറയില്ല. എന്താ ഉറപ്പ്? അങ്ങനെ തോന്നുക. അങ്ങനെയല്ലേ മനുഷ്യർ ജീവിക്കുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അച്ഛനെ എന്റെ മുന്നിൽ എത്തിച്ചിട്ട് ദൈവം ഇവിടുന്ന് എന്നെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടോ? ഇനി തീർക്കണം ഓരോ ആഗ്രഹങ്ങൾ. അച്ഛന്റെ അടുത്ത് ചെന്നൊന്ന് നിൽക്കണം. ആ കൈവിരലിലൊന്ന് തൊടണം. അത് മതി. അത് മതിയെന്ന് പറഞ്ഞ അത്രയെങ്കിലുമൊക്കെ എത്തുമെങ്കിൽ പിന്നെ നിത്യം കാണുമെന്നും അച്ഛന്റെ സ്നേഹം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയുള്ളതുകൊണ്ടാ. അപ്പോ അച്ഛൻ നാട്ടിലുള്ളതുകൊണ്ട് മാത്രമാണ് ചങ്കൂറ്റം കാണിച്ചത് അല്ലേ? ആ, ജഡ്ജിയുടെ മോളാവുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. ഭാഗ്യവതി. പിടി.
ബാലേട്ട, വിഷമായോ ബാലേട്ടന്? പറ. ബാലേട്ടനുള്ള നാട്ടിൽ നിൽക്കണം, ബാലേട്ടന്റെ അടുത്ത് നിൽക്കണം എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണോ? അല്ലാണ്ട് അറിയില്ലേ? ബാലേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി അച്ഛന്റെ കാര്യം പറയണമില്ല, കണ്ട മുഖത്ത് നോക്കണമില്ല. അത്രയ്ക്കുറപ്പാ? പിന്നല്ലാതെ. എനിക്ക് ഈ ആള് കഴിഞ്ഞിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ മതി. സത്യം? കുന്തം എന്നെ വിഷമിപ്പിക്കാനായിട്ട്, അല്ലാണ്ട് എന്താ? പരാതിയൊന്നുമില്ല. താൻ അച്ഛനെ കുറിച്ച് തന്നെ ചിന്തിച്ചോ, ഞാൻ ചിന്തിക്കാം. എന്റെ അമ്മായിയപ്പനല്ലേ? ജസ്റ്റിസ് മാധവൻ നായരുടെ മരുമോന. കളിക്കണ്ട എന്നോട്.